നിയമവും മനുഷ്യരും. പറഞ്ഞിട്ടു പോകൂ, അതല്ലേ മര്യാദ. പ്രിൻസിപ്പൽ കാര്യങ്ങൾ മനസ്സിലാക്കും. പാർവതി ടീച്ചർ പറഞ്ഞു. പാർവതി ടീച്ചർ യൂണിവേഴ്സിറ്റി കോളേജ് ഫിസിക്സ് വിഭാഗം മേധാവി. ഞാൻ അവിടെ അധ്യാപകൻ. മര്യാദ കാണിച്ച് അവതാളത്തിലായ അവസരങ്ങൾ അനവധിയാണ്. എങ്കിലും ടീച്ചറുടെ സൗമ്യമായ ഉപദേശം തള്ളിക്കളയാൻ തോന്നിയില്ല. പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് നടന്നു യാന്ത്രികമായി. തലേ ദിവസത്തെ കാഴ്ച മനസ്സിൽ നിന്നും മാറുന്നില്ല. മുറി നിറയെ മലവും ഛർദിയും. രക്തവും ഛർദിച്ചിട്ടുണ്ട്. അച്ഛൻ വെട്ടിയിട്ട വാഴ പോലെ നിലത്ത് കിടക്കുന്നു. ഒരനക്കവുമില്ല. അരമണിക്കൂർ മുൻപ് ഞാൻ ഡോക്ടർ തരീന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് അച്ഛൻ കട്ടിലിൽ സ്വസ്ഥനായിരിക്കുകയായിരുന്നു. അച്ഛൻ ജന്മനാ ആസ്മാരോഗിയാണ്. വാർദ്ധക്യത്തിൽ ആസ്മ കലശലാണ്. എപ്പോഴും എന്തും സംഭവിക്കാം. വയസ്സ് 80 കഴിഞ്ഞു. വന്നയുടൻ മരുന്ന് കുത്തിവയ്ക്കാനായി ഡോക്ടർ തരീൻ ബെറ്റ്രിസോൾ ആംപൂൾ കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. മുറിക്കാൻ ബ്ലേഡുണ്ട് തരിക, ഞാൻ പറഞ്ഞു. ഹി ഈസ് ടേക്കിംഗ് ഹിസ് ലാസ്റ്റ് ഗ്യാസ്പ്. ഇഞ്ചക്ഷൻ നൽകി. അമ്മ അച്ഛന്റെ നെഞ്ചിൽ തടവിക്കൊണ്ടിരുന്നു. ശാന്ത മുഖത്ത് വെള്ളം തെളിച്ച്. യാതൊരു മാറ്റവുമില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാലോ? എന്റെ ഉത്കണ്ഠ പുറത്തു വന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അച്ഛനെ നിരീക്ഷിച്ചുകൊണ്ട് തരീന്റെ അഭിപ്രായം. അച്ഛനെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാം, ഞാൻ പറഞ്ഞു. സാധ്യമായതെല്ലാം ആ നിമിഷം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. തരീന്റെ കാറിൽ 10 മിനിറ്റിനുള്ളിൽ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെത്തി. ചെന്നയുടൻ തന്നെ ഓക്സിജൻ നൽകാൻ ആരംഭിച്ചു. ഏതൊക്കെയോ മരുന്നുകൾ കുത്തിവെച്ചു. ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്, മിണ്ടാതെ. അരമണിക്കൂർ കഴിഞ്ഞു കാണും. അച്ഛൻ കണ്ണു തുറന്നു. ഞങ്ങളെ തിരിച്ചറിഞ്ഞു. ഇനി പേടിക്കാനില്ല, ഡോക്ടർ തരീൻ പറഞ്ഞു. പ്രിൻസിപ്പൽ പൊന്നയ്യൻ സാർ കസേരയിൽ ഇരിക്കുന്നു. പരുക്കൻ മട്ടിൽ എന്നെയൊന്ന് നോക്കി. നോട്ടത്തിൽ ഒരു രൂവില്ലായ്മ. ഭാര്യയോടോ മറ്റോ ചണ്ട കൂടിയോ പ്രിൻസിപ്പൽ രാവിലെ? മനസ്സിൽ ചിന്ത മിന്നിമറഞ്ഞു. മിണ്ടാതെ മടങ്ങിയാലോ? അച്ഛന്റെ അസുഖവരം ചുരുക്കി പറഞ്ഞു. അവധി വേണം. അവധി അനുവദിക്കാൻ പറ്റില്ല. തിരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. വീട്ടിൽ ഞാൻ മാത്രമേയുള്ളൂ. അനുജന്മാർ 2 പേരും പുറത്താണ്. ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്റെ ദയനീയാവസ്ഥ പ്രിൻസിപ്പലിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഓഫീസ് ക്ലാർക്ക് ശശി പ്രിൻസിപ്പലിന്റെ മുറിയിൽ വന്നു. പ്രിസൈഡിംഗ് ഓഫീസറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് അവൻ എന്റെ നേരെ നീട്ടി. ഞാനത് കണ്ടതായി ഭാവിച്ചില്ല. ശശി കോട്ടപ്പുറം ഹൈസ്കൂളിൽ എന്റെ 2 വർഷം ജൂനിയർ, എന്റെ അനുജന്റെ സഹപാഠി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാണ്, കൈപ്പറ്റിയേ പറ്റൂ. അവന്റെ ഉപദേശം. ഞാനവനെ രൂക്ഷമായി നോക്കി. അവൻ അവിടെ നിന്നും മാറിപ്പോയി. അച്ഛൻ മെഡിക്കൽ കോളേജിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ഞാൻ കെഞ്ചി. അതിന് ഞാനെന്ത് വേണം? ദേഷ്യത്തോടെ പ്രിൻസിപ്പൽ ചീറി. ഒരു നിമിഷം കണ്ണിൽ ഇരുട്ട് ബാധിക്കുന്നത് പോലെ തോന്നി. ഡോണ്ട് യു ഹാവ് എ ഫാദർ? ഞാൻ പൊട്ടിത്തെറിച്ചു. ഏതാനും നിമിഷങ്ങളിലെ നിശബ്ദതയ്ക്ക് ശേഷം പൊന്നയ്യന്റെ വാക്കുകൾ മെല്ലെ പുറത്തു വന്നു. ഐ ഹാഡ് എ ഫാദർ. ഐ ഹാവ് എ ലിവിംഗ് ഫാദർ. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. എന്ത് വേണമെങ്കിലും താൻ ചെയ്തോ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് പോകില്ല. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചു വന്നു. പാർവതി ടീച്ചറോട് വിവരം പറഞ്ഞു. അവധിക്ക് അപേക്ഷ അവരെ ഏൽപ്പിച്ചിട്ട് ആശുപത്രിയിലേക്ക് മടങ്ങി. മെഡിക്കൽ കോളേജിലുള്ള ബസ്സിലേക്ക് ഇരിക്കുമ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽ സുമംഗലാദേവിയെ ഓർത്തു.
3 വർഷം മുമ്പേ അച്ഛന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കം, മൂത്രം പോകാൻ വയറ് തുളച്ച് കുഴലിട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, എത്രയും വേഗം ശസ്ത്രക്രിയ ചെയ്ത് പ്രോസ്റ്റേറ്റ് മാറ്റണം. അധികകാലം കുഴലിടാൻ പറ്റില്ല, അണുബാധയുണ്ടാകും. ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചു. സ്ഥലം മാറ്റ ഉത്തരവെത്തിയത് 1984 തിരഞ്ഞെടുപ്പ് കാലത്ത്. വിക്ടോറിയ കോളേജിൽ നിന്നും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പ്രിൻസിപ്പലിന്റെ മുറിയിൽ ചെന്നു. തിരഞ്ഞെടുപ്പിൽ എന്നെ പ്രിസൈഡിംഗ് ഓഫീസറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവുമായി ഓഫീസ് ക്ലാർക്കും പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തി. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുണ്ടെന്ന് പ്രിൻസിപ്പലിനെ അയാൾ ഓർമ്മിപ്പിച്ചു. എന്റെ നേരെ നീട്ടിയ നിയമന ഉത്തരവ് ക്ലാർക്കിന്റെ കയ്യിൽ നിന്നും വാങ്ങി പ്രിൻസിപ്പൽ പറഞ്ഞു, രാധാകൃഷ്ണൻ പോകട്ടെ, പകരം വന്നിട്ടുള്ള ശിവകുമാർ തിരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുക്കും, ഞാൻ പറഞ്ഞുകൊള്ളാം. വിടുതൽ ഉത്തരവ് എന്റെ കയ്യിൽ തന്നിട്ട് അവർ സ്നേഹപൂർവ്വം പറഞ്ഞു, ഇപ്പോൾ തന്നെ പൊയ്ക്കൊള്ളൂ, എത്രയും വേഗം ഓപ്പറേഷൻ നടത്തും. ആ ദിവസം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. 1984 ഡിസംബർ 12. രണ്ടും പ്രിൻസിപ്പൽമാർ. എന്ത് അനന്തരം! പൊന്നയ്യൻ സാറിന്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ ദിവസം വീട്ടിൽ ഒരു കമ്പി സന്ദേശം വന്നു. അടുത്ത ദിവസം വീണ്ടും 2 കമ്പി സന്ദേശങ്ങൾ. എല്ലാം പൊന്നയ്യൻ സാറിന്റെ വകയായി. 3നെയും കഥയൊന്നു തന്നെ. അവധി അനുവദിക്കാൻ പറ്റില്ല. ഉടൻ വന്ന് പ്രിസൈഡിംഗ് ഓഫീസറായുള്ള നിയമന ഉത്തരവ് കൈപ്പറ്റണം, അല്ലെങ്കിൽ മേൽ നടപടികൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ റിപ്പോർട്ട് ചെയ്യും. എന്റെ സുഹൃത്തായ ഗോപാലകൃഷ്ണാചാരി സാറിനോട് വിവരം പറഞ്ഞു. ഗോപാലകൃഷ്ണാചാരി സാറ് നിയമസഭ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. തൽക്കാലം ഒന്നും ചെയ്യണ്ട. രാധാകൃഷ്ണനെതിരെ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. പൊന്നയ്യന്റെ കണക്ക് വിവരദോഷികളല്ല ഉദ്യോഗസ്ഥന്മാരെല്ലാവരും. ഏത് നിയമവും മനുഷ്യനു വേണ്ടിയാണ്. സാഹചര്യത്തിനനുസരിച്ചാണ് നിയമം മനസ്സിലാക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും. ഇനി എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നെങ്കിൽ അപ്പോൾ നേരിടാം. ഈ നാട്ടിൽ കോടതിയും നിയമവും ഉണ്ടല്ലോ. നിയമബിരുദധാരി കൂടിയായ ആശാരി സാർ പറഞ്ഞു. ഒരു നടപടിയും പിന്നീടുണ്ടായില്ല.